when the solid ground is falling out from underneath my feet, between the black skies and my red eyes, I can barely see. And when I'm feeling like I've been let down by my friends and my family, I can hear the rain reminding me, in the eye of the storm, you remain in control. In the middle of the war, you guard my soul. You alone are the anchor when my sails are torn. Your love surrounds me in the eye of the storm. When my hopes and dreams are far from me and I'm running out of faith, I see the future I picture slowly fade away. And when the tears of pain and heartache are pouring down my face, I find my peace in Jesus' name. In the eye of the storm, you remain in control. Yes, you do, Lord. In the middle of the war, you guard my soul. You alone are the anchor when my sails are torn. Your love surrounds me in the eye of the storm. And I just don't know how I'm gonna make ends meet. I did my best, now I'm scared to death that we might lose everything. And when a sickness takes my child away and there's nothing I can do, my only hope is to trust you. I trust you, Lord. In the eye of the storm, you remain in control. Of the war, you guard my soul. You alone are the anchor when my sails are torn. Your love surrounds me in the eye of the storm. You remain in control. In the middle of the war, you guard my soul. You alone are the anchor when my sails are torn. Your love surrounds me in the eye of the storm. Well, here we are, living in the moment, and here we are, dreaming in the open. Now look around, isn't this a new day? Make a move, doing things a new way. A new way. 'Cause this is our world, and this is our time. These are our plans, we're gonna let them shine. This is our place in the human race, and we won't stop dreaming. No, we won't stop dreaming. Look ahead, we can see forever. You and me doing it together. Light it up, we can be a million stars. Look at us, don't you see we've come so far? Yeah, we've come so far. 'Cause this is our world, and this is our time. Yunne sannamode studi paadidunne deva sanna
ദിനം തോറും നടത്തുന്ന പൊന്നീടയനന്തം വന്ദനമേ. എൻ്റെ പൊന്നീടയനന്തം വന്ദനമേ. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷപാതം ചെയ്യുന്ന ജീവനാഥ, പക്ഷപാതം ചെയ്യുന്ന ജീവനാഥ, എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. പരിശുദ്ധാരൂഹായ്ക്കും സ്തുതി, ആദ്യമുതലെന്ന നീക്കും തന്നെ. ആമേൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ സ്തുതി. തിരുനാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാരക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടത രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ ഉച്ച കഴിഞ്ഞ കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. വീണ്ടും ദൈവസന്നിധിയിലേക്ക് നോക്കുവാൻ, അഭാപിതാവിന്ന് വിളിക്കുവാൻ കർത്താവ് നൽകിയിട്ടുള്ള സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് ഈ അനുഗ്രഹീതമായ ദിവസത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് ഈ നിന്റെ മക്കളുടെ കുടുംബവുമായി ചേർന്ന് അവരുടെ കർത്താവെ സന്തോഷത്തിൽ പങ്കുചേരാവുവാൻ നീ ഞങ്ങളെല്ലാവരെയും കൂട്ടിച്ചേർത്ത കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, ഫിലിപ്പ് സാറിന് വേണ്ടി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നിന്റെ മക്കളെ നീ അനുഗ്രഹിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് കൂടെ ഇരുന്ന് നിന്റെ മക്കളെ ഇത്രത്തോളം പരിപാലിക്കുന്ന വിധങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കുരുക്ഷേത്രയുടെ പ്രദേശത്തൊക്കെ ധാരാളം വർഷങ്ങളായി ദീർഘമായ നാളുകൾ കുടുംബമായി കർത്താവെ താമസിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, കർത്താവെ അധ്യയനം ചെയ്യുവാനൊക്കെ നീ സഹായിച്ചതിനായി സ്തോത്രം. കുടുംബജീവിതത്തിൽ ദാനമായി കൊടുത്ത മക്കളെയൊക്കെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ വളർച്ചയിൽ ഇത്രത്തോളം തമ്പുരാൻ കൂടെയിരുന്നു. പഠന മേഖലകളെ അനുഗ്രഹിച്ചു. തമ്പുരാനെ ഒരു യുവാവായി തീരുവാൻ
തക്ക സമയത്ത് കർത്താവേ, നിന്റെ മകന് വേണ്ടി ഒരു മകളെ നീ ഒരുക്കിയ കൃപകൾക്കായൊക്കെ നന്ദിയോടെ സ്തോത്രം. പ്രിയ മക്കളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്നല്ലോ. ഇപ്പോൾ കർത്താവേ, ദേവാലയത്തിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പായി അങ്ങയുടെ സന്നിധിയിൽ കുടുംബമായി ഇവിടെ കൂടപ്പെട്ടിരിക്കുന്നവരുമായി ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് ചേർന്ന് വരുന്നു. നിന്റെ മകൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം വ്യാപരിച്ച ദൈവിക കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, പഠിച്ച് ഒരു ജോലിയൊക്കെ നേടുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവെ, തക്ക സമയത്ത് മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് കണ്ട ദൈവം തക്കതായ തുണികളെ ഒരുക്കുന്ന തമ്പുരാൻ നിന്റെ മകന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, നിന്റെ മകളുടെയും കുടുംബത്തെ നീ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, നിന്റെ മക്കളുടെ യാത്രകളിലും കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് വിവാഹ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ദേവാലയത്തിലേക്ക് ഇപ്പോൾ യാത്ര തിരിക്കുന്നല്ലോ. അടിയങ്ങളുടെ യാത്രയിലും കൂടെ ഇരുന്ന് സഹായിക്കണം. ഇന്ന് നടക്കേണ്ടതായ വിശുദ്ധ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹ ശുശ്രൂഷയെ നീ വാഴ്ത്തണമേ. വിശുദ്ധ വിവാഹ കുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് രണ്ടുപേരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ ദൈവസന്നിധിയിൽ ഒരുമിച്ച് ആരംഭിക്കുന്ന കുടുംബജീവിതം ഏറ്റവും ശ്രേഷ്ഠമാകുവാൻ, അനുഗ്രഹിക്കപ്പെട്ടതാകുവാൻ, സ്വർഗീയമായ വാഴ്വുകളും അനുഗ്രഹങ്ങളും നിന്റെ മക്കൾ പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ അപ്പച്ചൻ സഹായിക്കണം എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വിവാഹത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കൂട്ടിവരുത്തണമേ. ഞങ്ങളൊക്കെ ആയിരിക്കുന്ന കർത്താവ് ഒരു പാൻഡമിക്കിൻ്റെ സിറ്റുവേഷനിലൊക്കെ ആണല്ലോ. എന്നാൽ ദൈവം തമ്പുരാൻ എല്ലാവരെയും കാവൽ ചെയ്യുകയും സഹായിക്കുകയും ചെയ്യണം. വിവാഹത്തിന് ശേഷം നടക്കേണ്ട വരുന്ന സൽക്കാരത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, കടന്നു വരുന്നവരെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുവാൻ, അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയുവാൻ തക്കവണ്ണം നിന്റെ മക്കളുടെ ജീവിതത്തിലെ കർത്താവെ, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ, മഹത്വപ്പെടുന്ന ഒരു ദിവസമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. സഹോദര കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, ഇവിടെ തലയിൽ ഉണക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം തമ്പുരാൻ വാഴ്ത്തണം, അനുഗ്രഹിക്കണം. അവരുടെ ജീവിതങ്ങളെയൊക്കെ ധന്യമാക്കണമേ. തിരിച്ച് വിവാഹത്തിന് വരുവാൻ താല്പര്യമുണ്ടെങ്കിലും കർത്താവെ, ഈ ഒരു സാഹചര്യത്തിൽ കൂടി വരുവാൻ സാധ്യമല്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. അവരെല്ലാം വിവിധ പ്രദേശങ്ങളിലാവുന്നല്ലോ. അവരെയും തമ്പുരാൻ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രാർത്ഥനയും ഈ നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന ക്രിസ്തീയ കുടുംബ ജീവിതത്തിൽ ഈ മക്കളോട് കൂടെ ഇരുന്ന് വഴി നടത്തണം. ആമേൻ. We were 16, we want the same things, we dream the same dreams, alright. I got it all, cause she is the one. Her mom calls me love, but dad calls me son, alright. Alright. When she's in those jeans, alright. Alright. I don't exist if I don't have her. The sun doesn't shine, the world doesn't turn, alright. Alright. But I know for sure. Everybody wanna steal my girl. Everybody wanna take her
that I never let her down before. And she knows that I'm never gonna let another take a love from me now. Everybody wants to steal my girl. Everybody wants to take her love away. Couple million in the whole wide world. We'll find another one 'cause she belongs to me. Everybody wanna steal my girl. Everybody wanna take her heart away. Couple billion in the whole wide world. Find another one 'cause she belongs to me. Oh yeah, alright, yeah. She belongs to me. She belongs to me, yeah. She belongs to me. സംബന്ധിക്കുന്ന അതിൻ്റെ ഇടവുകാരി ബഹുമാനപ്പെട്ട ബിജു നായക ശ്രീ അതിൻ്റെയും വാരുടെയും ചേർന്ന് ക്ഷണിക്കപ്പെട്ട എല്ലാവരെയും ശുശ്രൂഷയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തു. നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാൻ മുമ്പായി ലായസിന് ആദ്യം
Amen.
ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവിൽ നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കെട്ടുതകളും മരണത്തിൽ കൃത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾക്കുമായി പൂർണ്ണപ്പെടുവാൻ വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറ്റുവാൻ നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസനായ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്ന് ശ്യാമമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ അനുഗ്രഹിച്ചവരാൽ നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങളുണ്ടായി മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന മണവാളനെ, ഞങ്ങളുടെ പുത്രിയാകുന്ന മണവാട്ടി ജ്ഞാനത്തിൽ തികഞ്ഞവൻ പൂർണ്ണതയുള്ളവരുമാക്കണം. കർത്താവേ, കൃപ ചെയ്ത സകല മാലിന്യങ്ങളും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണം. ദൈവമായ കർത്താവേ, ഈ ലോകത്തിൽ പെരുവാനിരിക്കുന്ന ലോകത്തിൽ മഴവില്ലാത്തവണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണം. ഒഴിഞ്ഞുപോകുന്ന ഈ മണവരെ ഇവരുടെ ആയുഷ്കാലം വിവിധ പ്രകാരങ്ങളെ ഇവർ നീ അലങ്കരിക്കണമേ. ഈരന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയമായ മണവരയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണം. കർത്താവേ, നിന്നായി കൂട്ടത്തിൽ പാപങ്ങളിലും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണം. നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും ദുർസനത്തിൽ മതിവരാതെ വന്നിനെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധമായ ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണം. നന്മകളുമായുള്ള
നിന്നോട് കൂടി നിന്നെ കാക്കുകയും ചെയ്യുമാറാകട്ടെ. വാഴുകൾ രഹസ്യമായിട്ട് അടുത്തേക്ക് നീക്കപ്പെടട്ടെ. പോലെ ബഹുമാനപ്പെട്ട പട്ടക്കാരുടെ കയ്യിൽ നിന്നും നിന്റെ വിവാഹം ചെയ്യുന്നതിന്റെ വിഷയമായി ബോധത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാൽ ഹൃദയ സന്തോഷത്താൽ തനിക്കും ചെയ്യണം. സന്തോഷങ്ങൾ പൂർത്തിയാക്കിയതുമായ ഈ നമ്മുടെ മക്കളെ സത്യങ്ങളും നീതിയോടും മുതലാക്കട്ടെ. ഇവ സ്വീകരിച്ചിരിക്കുന്ന ഈ ബോധനോടുകൂടെ സ്വർഗീയവാനുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമുതൽ കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. സഹാക്കിന്റെയും കൃപേക്കാരുടെയും വിവാഹം ചെയ്യും പൂർണ്ണമാക്കുകയാൽ നീതിയുടെ ബോധനങ്ങളാൽ താൻ ഇവരെ പൂർണ്ണരാക്കട്ടെ. തന്റെ രക്ഷകളുടെ ഗുണമാനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക കാര്യങ്ങളാൽ ഈ ഗുണമാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ പുഷ്പങ്ങളെക്കാൾ വിശേഷവാസം നൽകുന്ന പരിപാടിയിൽ കൂടിയുള്ള മനസാക്ഷികളെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവങ്ങൾക്ക് സന്നദ്ധയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദോഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ ദുർബലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവിന്റെ അടുക്കൽ നിന്ന് നന്ദിയുള്ള കാലങ്ങൾ അനുഗ്രഹകരമായ ആണ്ടുകളിൽ ഓർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ നിന്നടിയാറായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാങ്ങുന്ന മക്കളെയും സന്തോഷങ്ങളും കാര്യങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാൽ സമ്പത്ത് കൊണ്ടായി ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് നൽകണമേ. ഈ കല്യാണത്തിന് നൽകി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാക്കുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ ശ്രീമായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ലോകാന്ത്യം വരെ നിന്നോടെന്നും ഞാനെന്നുള്ള വാഗ്ദത്തം ജയപ്പക്കൾ നിന്നീ ഭാഗ്യം. രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. കഷ്ടം വഞ്ചകനം ദുഷ്ടനും രക്ഷകനാം ഈശോയെ സ്തോത്രം. യോഗ്യത തന്നവൻ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മാവേ. ആയുധമെന്നെ ചാർത്തിയിട്ട മാംസം രക്തം മോദീ
നമ്മുടെ കർത്താവിന്റെ ശ്രീമ രാപ്പകൽ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടതിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹ നിശ്ചയത്തിന്റെ ശുശ്രൂഷയായ ഒന്നാം ഭാഗം, ശുശ്രൂഷയായ മോദന ഭാഗ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. തുടർന്ന് രണ്ടാം ഭാഗം ശുശ്രൂഷ കിരീടമായുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നമ്മുടെ ഈ പ്രിയപ്പെട്ട മണവാളിനെയും മണവാട്ടിയെയും ദൈവസന്നിധിയിലേക്ക് വെച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. ഗായകൻ ഇപ്പോൾ രണ്ടാമത്തെ ഗാനമാണ്. I
Amen.
തനിക്ക് വന്ദനമടച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥമില്ലാത്ത വചനവും ധാരാളമായ കരുണ ചെയ്ത് നമ്മുടെ തിരിച്ച എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവർ, നിന്റെ ശ്രേഷ്ഠകാലത്തിന് കീഴിൽ വസിക്കുന്നവർ, പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന നിന്റെ കരുണയുടെ കീഴിലും നിന്റെ ദൈവയുടെ ചെറുകിൻ കീഴിലും അധികം പ്രാപിച്ചിരിക്കുന്നവരുമായി നിന്റെ അടിയാരെ വാഴ്ത്തേണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമന്മാരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗ്ഗരാജ്യത്തേക്ക് നടത്തുന്ന വഴി കൂടി ഓടുവാൻ, ആത്മീയ നടപടികളിൽ പൂർണ്ണതയുള്ളവരാകുവാൻ, ദേവദേവികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത ആദായം ഉണ്ടാക്കുവാൻ ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവർ, പാപമരണമുള്ളവരിൽ നിന്ന് മരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണം. നിന്റെ പരിശുദ്ധരുടെ പാർശ്വത്തേക്ക് എടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താനെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാൻ ഇവരുടെ ഹൃദയങ്ങളെ നന്നാക്കണമേ. നിന്റെ ആത്മീയാനുഗ്രഹത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാർ, നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിൽ നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിൽ താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യം അന്യോന്യം സ്നേഹിക്കുന്നവരും തിരുത്തപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ മാറ്റണമേ. നിന്റെ സ്വർഗ്ഗരാജ്യത്തിലാനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണം. നല്ലവനും മനുഷ്യനെ സ്നേഹിക്കുന്നവനും നീയാകയാൽ നിനക്ക് നിന്റെ പിതാവും നിന്റെ പരിശുദ്ധനായും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റു. ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും എന്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം
തിരിഞ്ഞവരായിരിക്കും. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിക്കും. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ മശിഹാസഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഹാമസിഹായിക്ക് കീഴ്പ്പെടുന്ന പ്രകാരം ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തന്റെ സഭയെ സ്നേഹിപ്പീൻ. ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെളിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും പറയും ഇവയ്ക്ക് സമമായ യാതൊന്നും ഇല്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായും തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ സഹോദരരെ നമ്മുടെ ഭയത്തോടും മനത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ ദൈവത്തിന്റെ ജീവനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. സംഭവിച്ചു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദിയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി. വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീക്ഷന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി വിളിച്ചത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരും എന്ന് അരുളി ചെയ്തുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും നിരപ്പും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു.
കർത്താവ് നീതിയുടെ കിരീടത്താവനെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാവനെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്ക് നേരെ തോറ്റുവാനായിരുന്നതിനെ ധരിപ്പിക്കുകയും ചെയ്യുവാനാകട്ടെ. നിങ്ങളെ
കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ ശൂന്യതയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. നന്മയോടെ നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് കുറ്റങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും, ഇസ്ഹാക്ക് യാക്കോബിലും, യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിക്കാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്ത് നിന്ന് മഞ്ഞും ഭൂമിയോട് പൊടിവെക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് തന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നതിനാലും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ പൊക്കപ്പെട്ട കിരീടങ്ങളുടെ മേലും വസിക്കട്ടെ. കർത്താവിന്റെ നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ സകല ജാതികളും സന്തോഷിച്ച സ്തുതിമാരുടെ ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല സൗഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കടലെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ആ മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയാക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ സർവ്വസംഘത്തെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന സ്തുതികരേറ്റുകയും ചെയ്യണം. വശോ
എൻ്റെ മനസ്സിലുള്ള സഹോദരനെ, നാം എല്ലാവരും ദൈവത്തിന്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ പദവിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുമ്പാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ വീണ്ടും ഉറപ്പായും നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും ശ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ ഏവങ്കേലിയോന്റെ മുൻപാകെയും ഈ യോഗത്തിന്റെ മുൻപാകെയും ഹൃദയ വിചാരങ്ങളെ അറിയാത്തതിന് മുൻപാകെയല്ല അറിയുന്നതിന് മുൻപാകെ നിൽക്കുന്നത് എന്ന് നാം കരുതിക്കൊള്ളുകയും ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളിന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുദ്ധനെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്ന് ആവശ്യിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിലിരിക്കാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടും കൂടിയാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളു. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ശാസ്ത്രക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവരിനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർദ്ധിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകട്ടെ. അവൻ വിഷം ധരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കൊടുക്കാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവളും അവനോട് വർദ്ധിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നു. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്നു മുതൽ കർത്താവിനെ ഭാര്യാഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയുമാണ്. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതത്തിന്റെ വിജയകരമാക്കുന്നതിന് ആവശ്യമാണ്. ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിലും ശുദ്ധവേദ പുസ്തകവും നിങ്ങൾക്ക് ആദ്യമായി അതുകൊണ്ട് എല്ലാ ദിവസവും തിരുവചന ധ്യാനം കുടുംബജീവിതത്തിന്റെ ഭാഗമാണ്. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയെ നിങ്ങൾ ദൈവത്തിന്റെ ഗൃഹവിചാരങ്ങൾ സ്റ്റുവാർഡ്സ് മനസ്സിലാക്കി വരുമാനത്തിന്റെ അംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആശീർവാദം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ഈ ശുശ്രൂഷയിൽ ഞങ്ങളോട് കൂടെ ഒരുങ്ങുമെന്ന് സംബന്ധിച്ചിട്ടുള്ള
അരുളുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷമാക്കപ്പെടുന്നു. അപ്പോൾ മണവാളനും മണവാട്ടിയും സ്തോത്രകാഴ്ച സമർപ്പിക്കുകയും വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും ചെയ്യും. ഇരുഭാഗത്തു നിന്നും ഓരോ സാക്ഷികൾ മുൻപോട്ട് കടന്നു വരികയും ചെയ്യും. ഈ സമയം ഗായകനും മംഗളങ്ങളും